ബിഗ് ബ്രേക്കിംഗ് PV അൻവർ MLA പാർട്ടിക്ക് വഴങ്ങുന്നു എന്നതാണ് വാർത്ത. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ കാത്തിരിക്കും. പാർട്ടിക്കെതിരെയോ മുഖ്യമന്ത്രിയോ പരസ്യ പ്രതികരണം നടത്തില്ല. പാർട്ടി നൽകിയത് അണികൾക്കുള്ള വിശദീകരണമെന്ന് PV അൻവർ പറയുന്നു. ആ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ആ ശ്രീജിത്ത്, ഒടുവിൽ PV അൻവർ പാർട്ടിക്ക് വഴങ്ങുകയാണ്. ഇനി പരസ്യ പ്രതികരണത്തിന് PV അൻവർ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സാമൂഹിക മാധ്യമത്തിലൂടെ അല്പസമയത്തിനുള്ളിൽ നിലപാട് വിശദീകരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺ, മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും നിർദ്ദേശം ഫലിച്ചിരിക്കുന്നു. അൻവർ പാർട്ടിക്കും അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനത്തിനും വഴങ്ങുകയാണ്. അൻവർ ഇനി പരസ്യ പ്രതികരണത്തിന് തൽക്കാലമില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാട് അദ്ദേഹം അല്പസമയത്തിനകം ഫേസ്ബുക്ക് ലൈവിലൂടെ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഒപ്പം തന്നെ പോലീസിലെ ഉന്നതർക്കുമെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സർക്കാരിനും പാർട്ടിക്കും വലിയ തോതിൽ തലവേദന ഉണ്ടാക്കിയിരുന്നു. അത്തരമൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യം ഇന്ന് ഉച്ചയോടുകൂടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാർട്ടി ശത്രുക്കൾക്ക് പാർട്ടിയെ അടിക്കാനുള്ള ആയുധം കൊടുക്കുകയാണ് അൻവർ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള പരാമർശവും ഈ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിലുണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അൻവർ പാർട്ടിക്ക് വഴങ്ങുകയാണ്. അൻവർ പാർട്ടി സംഘടനാ രീതിക്ക് അനുസരിച്ച് ഇനി പരസ്യ പ്രതികരണത്തിനില്ല എന്ന നിലപാടിലേക്ക് വരുന്നു. പരസ്യ പ്രതികരണത്തിനില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം, സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണത്തിൻ്റെ കാലാവധി ഒക്ടോബർ 1 വരെയാണ്. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് വന്ന് അതിന്മേൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടി വരെ അൻവർ തൽക്കാലം മൗനം പാലിക്കും. പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ നിലപാട് അൻവർ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്പസമയത്തിനകം പരസ്യപ്പെടുത്തുകയും ചെയ്യും. നിലവിൽ പാർട്ടിക്ക് കീഴടങ്ങലല്ലാതെ PV അൻവറിന് മറ്റു രാഷ്ട്രീയ മാർഗങ്ങളില്ലായിരുന്നു അല്ലേ ശ്രീജിത്ത്? അദ്ദേഹം ഈ പാർട്ടി കൂടാരത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പാർട്ടിയിൽ ഈ പോലീസ് സംവിധാനത്തിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാര്യത്തിൽ തനിക്ക് പറയാനുള്ള കാര്യം ജനങ്ങളെ ആദ്യം ബോധ്യപ്പെടുത്തുകയും പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് അൻവർ അവലംബിച്ചത്. അൻവറിൻ്റെ നിരന്തരമായ വാർത്താ സമ്മേളനങ്ങളും അൻവർ ഉയർത്തുന്ന പരാതികളുടെ ഗൗരവസ്ഥിതിയും സർക്കാരിനും CPIM-നും വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം പ്രതിപക്ഷത്തിനും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്കും ഒക്കെ തന്നെ ഇത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ പോലീസിൽ ആകെ അരാജകത്വമാണ് തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള ആയുധമായി മാറിയിരുന്നു. ഈ സാഹചര്യത്തിൽ പാർട്ടിയെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതിനും പരിമിതിയുണ്ട്. അദ്ദേഹം പാർട്ടി കേഡറോ പാർട്ടി അംഗമോ അല്ല, മറിച്ച് പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിലുള്ള സംഘടനാ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ആ സംഘടനാ ഉത്തരവാദിത്തം പാലിക്കണമെന്ന കർശനമായ സ്വരത്തിലുള്ള നിർദ്ദേശമാണ് ഇന്നലെ മുഖ്യമന്ത്രിയും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും നൽകിയത്. അതുകൊണ്ട് തൽക്കാലം അൻവർ അത് വഴങ്ങുകയാണ്. അദ്ദേഹത്തിന് ഇടതുപക്ഷ കൂടാരം വിട്ട് CPIM-ന്റെ തണൽ വിട്ട് പുറത്തു പോകാൻ താല്പര്യമില്ല. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും പ്രാദേശിക നേതൃത്വത്തിനുമൊക്കെ പറയാനുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കും വലിയ തോതിൽ സ്വീകാര്യത പാർട്ടിക്കകത്ത് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണയിൽ നല്ലൊരു വിഭാഗവും പാർട്ടിക്കകത്തുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഈ സമ്മേളനങ്ങളിലൊക്കെ തന്നെ അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ ഒരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഇത്തരത്തിൽ അൻവർ മുന്നോട്ട് പോകുന്നത് പാർട്ടിക്കും സർക്കാരിനും ഭൂഷണമല്ല എന്ന കാര്യം അൻവറും തിരിച്ചറിയുന്നു. അദ്ദേഹം പാർട്ടിക്ക് വിധേയനാകാൻ ഒരുങ്ങുന്നു. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്ക് കാത്തിരിക്കാം. അല്പസമയത്തിനുള്ളിൽ PV അൻവർ സാമൂഹിക മാധ്യമത്തിലൂടെ തന്റെ നിലപാട് പ്രസ്താവിക്കും. PV അൻവർ പാർട്ടിക്ക് വഴങ്ങുകയാണ്. പാർട്ടിയെയോ മുന്നണിയെയോ ഗവൺമെന്റിനെയോ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പരസ്യ പ്രതികരണവും തന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയ്ക്കും അഭ്യർത്ഥനയ്ക്കും ശേഷമാണ് ഇപ്പോൾ PV അൻവറിന്റെ ഒരു സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റ് വരാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട നിലപാടാണ് PV അൻവർ. കഴിഞ്ഞ 20 ദിവസമായി പാർട്ടിയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുകയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ശ്രീജിത്ത്, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശിക്കെതിരെ വളരെ രൂക്ഷമായ, ഇന്നലെ ആരോപിച്ചത് കള്ളക്കടത്തിൽ ബന്ധമുണ്ട് എന്നതുവരെയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമായ P. ശശിക്കെതിരെ കൂടി ആരോപണം ഉന്നയിച്ചതോടുകൂടി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നും പൊട്ടക്കിണറ്റിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടുപോകാൻ മറ്റുള്ളവർ ഉപദേശിക്കുന്നുവെന്നുള്ള ഗുരുതര ആക്ഷേപങ്ങൾ ഉയർത്തിയതുകൂടിയാണ് ഈ PV അൻവറിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഇങ്ങനെയൊരു പ്രസ്താവന പുറപ്പെടുവിക്കേണ്ടി വന്നിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് PV അൻവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. PV അൻവറിനെ പിന്തുണച്ചിരുന്നവർ പോലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലായിരിക്കാമല്ലേ ഈ PV അൻവർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക?
അരുൺ, ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തിയ ശേഷവും അൻവർ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അരുൺ സൂചിപ്പിച്ച പോലെ ഏറ്റവും ഗുരുതരമായ ഒരു ആക്ഷേപം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ഇന്നലെ വൈകുന്നേരത്തെ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചു. നിലമ്പൂർ റെസ്റ്റ് ഹൗസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചു. അത് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് അതിൻ്റെ ഒരു പങ്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറ്റുന്നുണ്ടോ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിർണായകമായ ഒരു ഘടകം, നിർണായകമായ ഒരു കേന്ദ്രം പി ശശിയാണ്. മാത്രമല്ല പൊട്ടക്കിണറ്റിലേക്ക് തള്ളിവിടുന്നത് ഇത്തരത്തിൽ ഉള്ള ഉപദേശക വൃന്ദമാണ്. ആ ഉപദേശക വൃന്ദത്തിൻ്റെ പ്രധാനി പി ശശിയാണ് തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി ഏത് കാര്യത്തിലാണോ വരുത്താൻ ശ്രമിച്ചത്, വ്യക്തത വരുത്തിയത്, അതിനെ ഖണ്ഡിക്കുന്ന ഒരു നിലപാടാണ് അൻവർ നടത്തിയത്. മുഖ്യമന്ത്രി പി ശശിയെ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നയാൾ, ഏറ്റവും വിശ്വസ്തയോടെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നയാൾ എന്നാണ്. അപ്പോൾ അത്തരമൊരാളെ പറ്റിയാണ് സ്വർണ്ണക്കടത്തിൻ്റെ പങ്കുപറ്റുന്നു എന്ന ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചത്. ആ ആക്ഷേപം ഒരിക്കലും CPIM-ൻ്റെ സംഘടനാ രീതി വെച്ച് പൊറുക്കാവുന്നതല്ല. പ്രത്യേകിച്ചും സർക്കാരിനും അതോടൊപ്പം തന്നെ പാർട്ടിക്കും ഒരു തരത്തിലും അതോടെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നതല്ല. അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആരോപണമാണ്. അത് പ്രതിപക്ഷം കാര്യമായി ഏറ്റെടുത്താൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രതിരോധത്തിലേക്ക് സർക്കാരും പാർട്ടിയും പോവുകയും ചെയ്യും. അതെല്ലാം കൂടി കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടിയും അൻവറിനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇതെല്ലാം അൻവറും വളരെ പോസിറ്റീവായി എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങിക്കൊണ്ട് ഇനി പരസ്യ പ്രതികരണം തൽക്കാലമില്ല എന്ന നിലപാടിലേക്ക് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ശ്രീജിത്ത്, നമുക്ക് കാത്തിരിക്കാം. അല്പസമയത്തിനുള്ളിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ PV അൻവറിന്റെ പ്രതികരണം വന്നേക്കും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ അഭ്യർത്ഥനയോടുകൂടിയുള്ള പ്രസ്താവനയെ തുടർന്നാണ് ഇപ്പോൾ PV അൻവർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. PV അൻവർ ഇനി പരസ്യ പ്രതികരണത്തിന് ഈ വിഷയത്തിൽ മുതിരില്ല. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങുന്നു. ഗവൺമെന്റിനെയും പാർട്ടിയെയും ഇനി പൊതുസമൂഹത്തിൽ അദ്ദേഹം വിചാരണ ചെയ്യില്ല. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിന് ആയുധമാവുകയും ഇല്ല.